നമ്മുടെ ബോൺസായി ഇപ്പോൾ ശരിക്കും ഈ ചട്ടിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ 2.5 മാസം കൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബോൺസായിയുടെ പ്രൂണിങ് മുതൽ ഇത്രയും ബ്രാഞ്ചസ് വന്ന് ഈ ഒരു അവസ്ഥ ആകുന്നവരുള്ള എല്ലാം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ബോൺസായി മരമായിട്ടുണ്ട്. ഈ ബോൺസായി നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രൂണിങ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മറ്റൊരു വീഡിയോടെ ചേർത്തിട്ട്. ഇന്നിപ്പോൾ നോക്കി ഇത് വളർന്ന് ഏകദേശം ആകാശം മുട്ടാറായി. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതിൻ്റെ പ്രൂണിങ് ആൻഡ് ബാക്കി എന്താ പറയുക എൻ്റെ ഗ്രോത്തും കാര്യങ്ങളും നിങ്ങളെ കാണിക്കാനുള്ള പരിപാടിയാണ്. ഈ ബോൺസായെ കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫൈക്കസ് വർഗ്ഗത്തിൽപ്പെട്ട ആൽമരത്തിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട പേരാൽ എന്ന് പറഞ്ഞ സാധനമാണ്. ഇതൊരു 25 വർഷം മുമ്പ് ഒരു ആഞ്ഞിലി മരത്തിൻ്റെ മേളിൽ നിന്ന് ഞാൻ പൊക്കിയെടുത്തതാണ്. അത് വളരെ ചെറുതായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ 25 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇതേ വേരൊക്കെ ശരിക്കും കനം വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. അതുപോലെ സ്റ്റെമ്മും നല്ല കനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൂണിങ്, ഇതിൻ്റെ കട്ടിങ്ങും അതിൻ്റെ ബാക്കിയുള്ള പരിചരണം ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണിക്കുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും കാണിക്കുക കേട്ടോ. ആദ്യം നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ എത്ര ചെറുതാക്കണോ അത്ര ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അതിൽ ദൈവമൊന്നും വിചാരിക്കണ്ട. അപ്പോൾ ഇതിൻ്റെ മിക്കവാറും ബ്രാഞ്ചസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത്രയുണ്ട് കേട്ടോ. അത്രയും കട്ട് ചെയ്ത് കളഞ്ഞ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ആൻറ്റി ഫംഗൽ പൗഡർ ഉണ്ട്. സാഫ് എന്നൊരു പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആൻറ്റി ഫംഗലാണ്. ഇതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് ഇത് ഈ കട്ട് ചെയ്ത ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ആൻറ്റി ഫംഗൽ അപ്ലൈ ചെയ്യുന്നത് കാരണം ഈ തണ്ട് ഉണങ്ങിപ്പോകാതിരിക്കാനും പിന്നെ അതിലൂടെ വെള്ളം ഇറങ്ങി അഴുകിപ്പോകാതിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ ചെയ്യുന്ന പ്രൊസീജിയർ. എൻ്റെ ബോൺസായി കാണുന്നത് വലിയ പെർഫെക്റ്റ് ബോൺസായി ഒന്നും അല്ല. പിന്നെ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഞാനിങ്ങനെ ഇവനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ബോൺസായിയുടെ ഫസ്റ്റ് അപ്ഡേറ്റ് ആട്ടോ. നമ്മൾ കട്ട് ചെയ്തിട്ട് 15 ദിവസമായി. 15 ഡേയ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടോ കട്ട് ചെയ്ത എല്ലാ ബ്രാഞ്ചിലും ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്തപ്പോൾ 4 ബ്രാഞ്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ നോക്കിയേ, ഓരോ കട്ടിങ്സിലും ഒരു 3 ബ്രാഞ്ച് വീതമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ബുഷായിട്ട് വരും തന്നെ പ്രതീക്ഷിക്കും കേട്ടോ. ഇവിടെയൊക്കെ നോക്കിയേ, കുറേ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ്. അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൂണിങ് സക്സസ് ആയിരുന്നു. എല്ലാം തന്നെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റ്സിന് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ മരം ദേ ഒരു 15 ദിവസം കൂടെ ആയിട്ടുണ്ട്. മൊത്തത്തിൽ 30 ദിവസം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് 1 മാസമായി. 1 മാസമായുള്ള അവസ്ഥയെ കാണുന്നത് കണ്ടോ. ലീവ്സൊക്കെ ഒന്ന് വന്നു തുടങ്ങി, ചെറിയ ചെറിയ ബ്രാഞ്ചസ് കണ്ടോ. ഇത് കണ്ടോ, കുറേ ചെറിയ വേരുകൾ താഴേക്ക് ഇറങ്ങുന്നത് സപ്പോർട്ടിങ് റൂട്ട്സാണ്. ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട് താഴേക്ക്. ഇതൊക്കെ താഴേക്ക് പിടിപ്പിക്കാമെങ്കിൽ ഭംഗിയായിരിക്കും. പക്ഷെ അതിന് വേണ്ടി ഒരു പോട്ട് നമ്മൾ ഉണ്ടാക്കണം. അതാണ് വലിയ പ്രശ്നം. ഇപ്പോൾ ഈ പോട്ടിലൊന്നും പറ്റില്ല. ഈ പോട്ട് നിറച്ചും വേരുകളാണ് കണ്ടോ. ഫുള്ള് വേര് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ കുറച്ച് മണ്ണേ ഉള്ളൂ. മണ്ണിനെ ചേഞ്ച് ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ അതുകൊണ്ടാവാം ഇല കുറച്ച് ഗ്രീൻ കളർ കുറച്ച് കുറവാണ് കേട്ടോ. ഒരു ലൈറ്റ് ഗ്രീനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ കുറച്ചൊരു സാധനം ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അതായത് NPK എന്ന് പറയും. NPK 19 ഒരു പിങ്ക് പൗഡറായിട്ട് വാങ്ങാൻ കിട്ടും. അതിൻ്റെ ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ഇതൊരു ശരിക്കും ഫോളിയാർ സ്പ്രേ ആണ്. ഇത് ലീഫിൽ കൂടെ അബ്സോർബ് ചെയ്തിട്ട് ശരിക്കും നൈട്രജനും ഫോസ്ഫറസൊക്കെ കിട്ടി നല്ല ഗ്രീനായിട്ട് വരും. ഇത് ഈ സ്റ്റെമ്മിലും ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ചുവട്ടിലും കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ് എന്താ ചേഞ്ച് വരാൻ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ബോൺസായിയുടെ ലാസ്റ്റ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് 30 ദിവസം കൂടെ ആയി. ടോട്ടൽ 2 മന്ത്സ്, 2 മാസമായി കേട്ടോ. 2 മാസം ആകുമ്പോഴത്തേക്ക് കണ്ടോ നമ്മൾ ലാസ്റ്റ് കുറച്ച് NPK ഒക്കെ അപ്ലൈ ചെയ്തായിരുന്നു. അത് കാരണം നല്ല ഗ്രീനായിട്ട് കുറേ അധികം ബ്രാഞ്ചസ് വന്നിട്ട് കണ്ടോ. അതിൻ്റെ സ്റ്റെമും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. ഞാൻ ചുറ്റി കാണിച്ചു തരാം. നല്ല ബുഷായിട്ട് നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട് കണ്ടോ. വേറൊന്നും ഇതിൽ മണ്ണ് വളരെയും കുറവാണ് കണ്ടോ.
ഒരു ഇഞ്ച് കനത്തിലേക്ക് മണ്ണുള്ളൂ ഇത്രയും വലിയ പ്ലാന്റിന്. അപ്പോൾ ഇതൊന്ന് റീപോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ സെറാമിക്കിന് ഇത്രയും വലിയ പോട്ട് അന്വേഷിച്ചിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതായിരുന്നു പ്ലാസ്റ്റിക് കയ്യിലിരിക്കുന്നത്, ഏതാണ്ട് ചീത്തയാവുകയും ചെയ്തു. അപ്പോൾ നല്ലൊരു പോട്ട്, സെറാമിക്കോ അതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിനോ നല്ലൊരു പോട്ട് വാങ്ങിയതിന് ശേഷം ഇത് നമുക്ക് റീപോർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ റീപോർട്ടിങ്ങായിട്ട് കാണാം, അത് നമുക്ക് വീഡിയോ ഉണ്ട് ചെയ്യാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ ബോൺസായി പ്രൂണിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്. അതായത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഒരു പോട്ട് വാങ്ങാനുള്ള ശ്രമത്തിലാണ്. സെറാമിക് പോട്ടോ എല്ലാം കിട്ടുകയാണെങ്കിൽ വാങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ സെറാമിക് പോട്ടൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. വലിയ പോട്ടാണെങ്കിൽ 3000 മേലേക്കൊക്കെ വരും. അപ്പോൾ ഞാൻ വാങ്ങിയില്ല. ലാസ്റ്റ് ഞാൻ 2 പോട്ട്സാണ് സെലക്ട് ചെയ്തത്. ഒന്ന് ഇത്തിരി വലുതായിപ്പോയി. ഇതൊരു ശരിക്കും ലോട്ടസ് പോട്ടാണ്, ഇത്തിരി കോസ്റ്റ്ലിയാണ്. അതും വാങ്ങി. പിന്നെ സെയിം അതിലിരിക്കുന്ന പോലെ തന്നെ ഒരു പോട്ട്, ഇത് പോട്ടല്ല ശരിക്കും, ഇതൊരു ട്രേ ആണ്. നമ്മൾ വലിയ ചെടിച്ചട്ടിയുടെ അടിയിൽ വയ്ക്കുന്ന ട്രേ ആണ്. പക്ഷേ ഇത്രയും കാലം അത് ചീത്തയാവാതിരുന്നുകൊണ്ട് അതിലൊരെണ്ണം കൂടെ വാങ്ങി. അപ്പോൾ ഒരു കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു ഇതിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാം. കാരണം ബോൺസായി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബിഗ് പ്ലാന്റ് ഇൻ സ്മോൾ പോട്ടാണ്. അപ്പോൾ ഇതിൽ വെച്ച് തന്നെ ശരിക്കും ഒരു ചെടിച്ചട്ടിയുടെ ലുക്കേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യം അതിൽ ഞാൻ കുറച്ച് ഹോൾസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ആദ്യം നമുക്ക് അതിനകത്ത് മാറ്റണം, ഇതിലേക്ക് പോട്ട് ചെയ്യണം. ഞാനിത് വീണ് പോകാതിരിക്കാൻ കുറച്ച് കമ്പിയൊക്കെ നേരത്തെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഇളക്കി എടുക്കണം ആദ്യം കേട്ടോ. അപ്പോൾ എൻ്റെ ബോൺസായി കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, അറിയാത്തവരാവും, ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വേരൊക്കെ ഇതിനിടയിൽ എവിടെയാണ് പോയിരിക്കണമെന്ന്. നമുക്ക് കാണിച്ചു തരാം അതിൽ വേര് എവിടെയാണ് പോയിരിക്കുന്നതെന്ന്. സിമ്പിളി ഞാൻ പൊക്കിയെടുക്കാം കേട്ടോ. ഇത്രയാണ് ഇതിൽ ആകെയുള്ള വേര്. കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഈ മണ്ണിനെ മറ്റൊരു ട്രേ എടുക്കാൻ പോയത് കേട്ടോ. ഇതാണ് നമ്മുടെ ബോൺസായിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അത്യാവശ്യം വലിയ വേരുകളൊക്കെ ഒന്ന് കട്ടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് വേരുകളേ ഉള്ളൂ. കണ്ടോ, ശരിക്കും കട്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇത് റിപ്പോർട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യണമെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കുറച്ചധികം വേരുണ്ടെങ്കിൽ കുറച്ച് വേരിനെ കട്ട് ചെയ്ത് കളയാം. എന്നാലും ഈ ഒരു വേര് കുറച്ച് എക്സ്ട്രാ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. സോ ഇതൊരു വലിയ പരിക്കായതുകൊണ്ട് ഒരല്പം സാഫ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ആൻറ്റി ഫംഗൽ പൗഡറാണ് കേട്ടോ. ഇത് അഴുകി പോകാതിരിക്കാനാണ്, ഫംഗസ് ബാധ ഉണ്ടാകാതിരിക്കാനാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ആട്ടെ, ഞാൻ ആ ട്രേയിലേക്ക് വെക്കാം. ഇത് കറക്റ്റ് ഫിറ്റാണ് ഈ ട്രേക്ക്. കുറച്ചുകൂടെ വലിയ ട്രേ കിട്ടിയാൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു കേട്ടോ. വേറെ മാർഗ്ഗമില്ല. ഇതിനകത്ത് ഒരു കല്ല് ഞാൻ പണ്ട് വെയിറ്റ് കിട്ടാൻ വേണ്ടി വെച്ച് കൊടുത്താൽ നിങ്ങൾ ജാമായിരിക്കുക. അതിനങ്ങോട്ട് മാറ്റി കൊടുക്കാം നമുക്ക്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ബോൺസായിയുടെ വയറാണ്. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ബോൺസായി വീഡിയോയിൽ. അലുമിനിയം വയറാണ്. ഒന്ന് രണ്ട് കെട്ട് കൊടുത്തില്ലെങ്കിൽ ഇതിൽ നിൽക്കില്ല ഈ പാത്രത്തിൽ. നമ്മുടെ ബോൺസായി ഇപ്പോൾ ശരിക്കും ഈ ചട്ടിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ഇതിലേക്ക് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലെവിടെയെങ്കിലും ഹോൾസ് കാണുന്നുണ്ടെങ്കിൽ ഈ ഓട്ടിൻ്റെ കഷ്ണങ്ങൾ അടച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം ഒത്തിരി പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി, മണ്ണും പുറത്തേക്ക് പോകില്ലെങ്കിൽ. ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓൾമോസ്റ്റ് ഹോൾസെയിൽ നമ്മൾ അടച്ചു കഴിഞ്ഞു. നമുക്കിതിലേക്ക് പൊട്ടിംഗ് മിക്സ് കൊടുക്കാം. ഈ പൊട്ടിംഗ് മിക്സ് എന്താണ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് ഈ
ഞാൻ ബോൺസായിക്ക് പറ്റിയൊരു പൊട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്ന വിധം ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താ ബോൺസായി സോയിൽ എന്ന് പറഞ്ഞിട്ട് ബോൺസായിയുടെ ഫസ്റ്റ് വീഡിയോ അതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. ഒന്നും കൂടി ഞാൻ പറയുന്നില്ല, മിക്സ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയണമെന്നുള്ളവർ ആ വീഡിയോ എടുക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സ് മൊത്തം ഇട്ടത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോൺസായി ആൾ സെറ്റാണ്. ഇപ്പോൾ ഇതൊന്ന് നനച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ വേണമെങ്കിൽ പെബിൾസൊക്കെ ആയിട്ട് നമുക്ക് ഭംഗിയാക്കാം. ചെറിയ ചെറിയ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം, ഗ്രാസ് വെച്ച് കൊടുക്കാം. അങ്ങനെ അടിപൊളി ലുക്ക് കിട്ടും ഈ ബോൺസായിക്ക്. ഇത്തിരി പാറ കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ചെയ്യേണ്ട പരിപാടിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ റീപോർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ഒരു കുറച്ച് ദിവസത്തേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളിക്കാൻ പാടില്ല, എങ്കിൽ ഇത് ചീത്തയായി പോകും, വാടിപ്പോവും. അപ്പോൾ ഇത് ഷെയ്ഡിൽ വെച്ചിട്ട് കുറച്ച് ദിവസം നനച്ചു കൊടുക്കുക, ദിവസം നനച്ചു കൊടുക്കുക. കാരണം കുറച്ച് മാത്രമേ വെള്ളം നിൽക്കുള്ളൂ. അപ്പോൾ ദിവസം നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഉഷാറായതിന് ശേഷം മാത്രം വെയിലത്തേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ 2.5 മാസം കൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബോൺസായിയുടെ പ്രൂണിങ് മുതൽ ഇത്രയും ബ്രാഞ്ചസ് വന്ന് ഈ ഒരു അവസ്ഥ ആകുന്നവരുള്ള എല്ലാം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. സോ ബോൺസായിയുടെ കുറച്ച് വീഡിയോസ് കൊണ്ട് ഇനിയും പ്രതീക്ഷിക്കാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.